ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകും. നമ്മൾ കടകളിൽ നിന്നൊക്കെ ബീട്രൂട്ട് മേടിക്കാറില്ല, നിങ്ങളൊക്കെ അത് കളയാറില്ലേ പതിവ്. പക്ഷേ കളയണ്ട കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കി വെച്ച് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ നല്ല വിഷടാത്ത ബീട്രൂട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച ബീട്രൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ തല മാത്രം മുറിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ തല മുറിക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരാഴ്ചയായി ഞാൻ വെള്ളത്തിൽ ഇറക്കി വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യുക. ഒരു കിണ്ണെടുക്കുക, അതിൽ വെള്ളം ഒഴിച്ച് വെക്കുക, എന്നിട്ട് തല മുറിച്ചിട്ട് അതിൽ ഇറക്കി വെക്കുക. പക്ഷേ എന്താണെന്ന് പറയുക, ദിവസം വെള്ളം മാറ്റി കൊടുക്കണം, പുതിയ വെള്ളം നിറച്ച് കൊടുക്കണം. കാരണം എന്താ പറയുക, വെള്ളം കേട് വരുമ്പോൾ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു മണം വരും വെള്ളത്തിൽ നിന്ന്, നമ്മൾ പഴയ വെള്ളമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അത് ദിവസം കളയുക. എന്നിട്ട് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവും, ഇത്രയും ഇല വന്നിരിക്കുന്നുണ്ടോ. ഞാനൊരു 7 ദിവസമായിട്ടുള്ളൂ ഇത് വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. ബീട്രൂട്ട് കടകളിൽ നിന്ന് മേടിക്കുന്ന ബീട്രൂട്ട് കളയാതെ ഇതേപോലെ മുറിച്ചിട്ട് കിണ്ണത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ അമയിട്ട് വരും. എന്നിട്ട് അത് നമ്മൾ ഗ്രോ ബാഗിൽ വളം നിറച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതേപോലെ 3-4 ഇല ആയിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ സാധാരണ നമ്മൾ വളം നിറച്ച് വെക്കില്ല, അതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ പുതിയ ബീട്രൂട്ട് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.